പ്രിയപ്പെട്ടവരെ, ഇതൊരു കാട്ടുതേനീച്ചയാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ തേനീച്ച എന്ന് പറയപ്പെടുന്ന അപ്പിസ് വർഗ്ഗത്തിൽപ്പെട്ട അപ്പിസ് ഡോർസെറ്റ എന്ന ഇനമാണ് ഇത്. ഉപ്പള ടൗണിൽ 12 നിലയുള്ള ഒരു ഫ്ലാറ്റിലാണ്. ഫ്ലാറ്റിൻ്റെ ഏറ്റവും മുകളിലത്തെ നിലയിലാണ് ഈ തേനീച്ച കൂടുകൂട്ടിയിരിക്കുന്നത്. ഈ ഫ്ലാറ്റിൻ്റെ കിഴക്ക് ഭാഗത്ത് NH-66 ദൃശ്യങ്ങൾ കാണാൻ പറ്റും. പടിഞ്ഞാറ് ഭാഗത്ത് ഇന്ത്യൻ റെയിൽവേ ലൈൻ കാണാൻ പറ്റുന്നുണ്ട്. ഭാരത് പെട്രോൾ പമ്പിൻ്റെ അടുത്തുള്ള ഫ്ലാറ്റാണ്. ഏറ്റവും ഉയരമുള്ള നിലയിലാണ് ഉള്ളത്. തേനീച്ചൻ്റെ ഒരു കൂടാണ് ഇത്. ഈ ഫ്ലാറ്റിൽ റൂമിൽ ജനൽ തുറന്നാൽ ഈച്ച വന്ന് ആക്രമിക്കാറുണ്ട്. അതുകൊണ്ട് ഈച്ചനെ ഒഴിവാക്കുന്നത്. ഈച്ച ഇവിടെ വന്നിട്ട് 1 മാസം കഴിഞ്ഞിട്ടുണ്ടാകും, അത്രയേ ഉള്ളൂ. സെൻസൈഡ് ഭാഗത്താണുള്ളത്. അവിടേക്ക് കൈയൊന്നും എത്താത്തൊരു സ്ഥലമാണ്. അപ്പോൾ ഒരു തകിട് കൊണ്ട് കുറച്ച് പുക ഇട്ടിട്ട് അതിൻ്റെ അടുത്ത് പിടിച്ചിട്ട് പിന്നെ ഒരു കമ്പ് കൊണ്ട് തേനീച്ചനെ മാറ്റാനാണ് ശ്രമം. ആ ഈച്ചനെ ഒഴിവാക്കുന്നതാണ് ഇപ്പോൾ കാണുന്നത്. അങ്ങനെ ഒഴിവാക്കിയ ശേഷം അതിനെ അവിടുന്ന് എടുത്തു മാറ്റുകയാണ്. പിന്നെ ഈ കാണുന്ന തേനീച്ച ആക്രമണ സ്വഭാവം കൂടുതലുള്ള തേനീച്ചയാണ്. ഏത് തേനീച്ചയായാലും ആക്രമണം തുടങ്ങിയാൽ അതിൽ നിന്ന് രക്ഷിക്കാൻ ആർക്കും പറ്റില്ല. കാരണം അത് തേനീച്ച രക്ഷിക്കുന്ന ആൾക്കും കുത്താൻ വരും. അതുകൊണ്ട് ആരും അതിൻ്റെ അടുത്ത് രക്ഷിക്കാൻ വരില്ല. അപ്പോൾ സൂക്ഷിച്ചു കൊണ്ട് കൈകാര്യം ചെയ്യേണ്ടതാണ് തേനീച്ചയെ. അപ്പോൾ ഇത് സ്മോക്ക് ചെയ്തിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. സ്മോക്ക് ചെയ്യുന്നത് ചിലപ്പോൾ എല്ലാം ഒരേപോലെ ഭരിക്കണമെന്നില്ല. കാരണം പുറത്ത് പോയി വരുന്ന ഈച്ചയൊക്കെ സ്മോക്ക് ഇല്ലാത്തത് കൊണ്ടും ചിലപ്പോൾ വന്ന് അതിനെ കൂടി ആക്രമിക്കുന്നത് കണ്ടിട്ടും ചിലപ്പോൾ ആക്രമണം നടത്തും. അപ്പോൾ എല്ലാ ഈച്ചകളും സ്മോക്ക് കൊണ്ട ഈച്ചകളും എല്ലാം വന്ന് ആക്രമിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആക്രമണ സ്വഭാവം കൂടുതലുള്ളത് കൊണ്ട് തേനീച്ചയെ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ആരും ഇത് അനുകരിക്കരുത്. ഒരു മികച്ച കർഷകൻ്റെ അല്ലെങ്കിൽ കാട്ടുതേനീച്ച ഒഴിപ്പിക്കുന്ന ഒരാളുടെ സാന്നിധ്യം കൊണ്ട് മാത്രമേ ചെയ്യാൻ പറ്റൂ. അവരുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് മാത്രമേ ചെയ്യാവൂ. സ്വയം പ്രതിരോധത്തിൻ്റെ ഭാഗമായി ശത്രുജീവികളെ മറ്റു ജീവികൾ ആക്രമിക്കാറുണ്ട്. അതിലൊന്നാണ് തേനീച്ചയുടെ ആക്രമണം. തേനീച്ച ആക്രമിക്കുന്നതിൻ്റെ ഭാഗമായി തേനീച്ച ഒരു വിഷപദാർത്ഥം ശരീരത്തിലേക്ക് കുത്തിവെക്കുന്നു. ഈ തേനീച്ച വിഷപദാർത്ഥത്തിൽ മെലിറ്റിൻ എന്ന രാസവസ്തു കുത്തേൽക്കുന്ന ഭാഗത്തെ കലകൾ നശിപ്പിക്കുന്നു. അതുമൂലം വേദനയും ഫോസ്ഫോലിപ്പസ് A2 എന്ന ഘടകം അലർജിക്കും യൂലോറോണിഡസ് എന്ന എൻസൈം കുത്തേറ്റ ഭാഗത്ത് വീക്കത്തിനും കാരണമാകുന്നു. അതുകൊണ്ടാണ് വേദനയും അലർജിയും വീക്കവും ഉണ്ടാകുന്നത്. ഇത് അപൂർവം ചില ആളുകൾക്ക് ഇതിനെ പ്രതിരോധിക്കാനുള്ള കഴിവ് ഇല്ല. ചിലപ്പോൾ പനി, അതല്ലെങ്കിൽ ശക്തമായ വേദനകൾ, അങ്ങനെ എന്തൊക്കെ വരാം. അപൂർവമായി ചില ആളുകൾ മരണം വരെ സംഭവിക്കാം. കൂടാതെ തേനീച്ച വിഷത്തിൽ അപാമിൻ എന്ന ഘടകം നാഡീകോശങ്ങളെ ബാധിക്കുന്ന ന്യൂറോടോണിക്സാണ്. തേനീച്ച വിഷത്തിൽ അടങ്ങിയിരിക്കുന്ന മെലിറ്റിൻ സ്തനാർബുദ കോശങ്ങൾ, HIV വൈറസ്, ഹെപ്പറ്റൈറ്റിസ് B, C എന്നീ വൈറസുകളെ നശിപ്പിക്കാൻ പറ്റുമെന്ന് പറയപ്പെടുന്നുണ്ട്. എയ്ഡ്സ് രോഗം ചികിത്സിച്ചും ഭേദമാക്കാൻ കഴിയുമെന്നാണ് ശാസ്ത്രലോകത്തിൻ്റെ നിഗമനം. തേനീച്ച വിഷത്തിലെ മെലിറ്റിനെ വേർതിരിച്ചെടുത്ത് ഒരു നാനോ പദാർത്ഥങ്ങൾ തേനീച്ച വിഷത്തിൽ അടങ്ങിയ മെലിറ്റിൻ്റെ കൂടെ കലർത്തി എയ്ഡ്സ് രോഗിയുടെ ശരീരത്തിലേക്ക് കടത്തിവിടും. അവ HIV വൈറസിനെ മാത്രം ആക്രമിക്കുകയും ആരോഗ്യമുള്ള നല്ല കോശങ്ങളെ വലിപ്പമുള്ളതിനാൽ അതിനെ ആക്രമിക്കാൻ കഴിയില്ല എന്നാണ് ശാസ്ത്രലോകത്തിൻ്റെ നിഗമനം. ഇത് HIV വൈറസിനെ പ്രതിരോധിക്കാൻ പറ്റുമെങ്കിൽ സ്തനാർബുദം, ഹെപ്പറ്റൈറ്റിസ് B, ഹെപ്പറ്റൈറ്റിസ് C എന്നീ വൈറസിനെയും തുരത്താൻ പറ്റുമെന്നാണ് വാഷിംഗ്ടൺ സ്കൂൾ ഓഫ് മെഡിസിനിൽ സെൻറ്റ് ലൂയിസിലുള്ള പ്രൊഫസർ ജോഷുവ വുഡിൻ്റെ നേതൃത്വത്തിൽ ആണ് ഈ പരീക്ഷണം നടക്കുന്നത്. ഈ വിലപ്പെട്ട അറിവുകൾ ഗൂഗിളിൽ നിന്നാണ് കിട്ടിയത്. അപ്പോൾ നിങ്ങൾ ഇത് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, വിലപ്പെട്ട നിർദ്ദേശങ്ങൾ അറിയിക്കുക.